തുടക്കക്കാരിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഗിയർ ഇടുന്ന സമയത്ത് പലർക്കും റോഡ് മനസ്സിലാക്കിയിട്ട് ഗിയർ മുന്നോട്ടിടാനും ഗിയർ ഡൗൺ ചെയ്യാനും അറിയത്തില്ല. അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് അടുത്ത ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പലർക്കും ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഈ ഗിയർ ഇടുന്നതിൽ സംശയമുള്ളത് കൊണ്ട് തന്നെ വണ്ടി റോഡിൽ ഓഫായി പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി എടുത്തേക്കുന്നത്. ചെറിയൊരു കയറ്റമാണ്, ചെറിയ കയറ്റം അങ്ങോട്ട് കയറി വരുന്നു. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ സ്പീഡായി. 20 കിലോമീറ്റർ സ്പീഡ് വരുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഓക്കെ, വീണ്ടും ഞാനിത് വണ്ടിക്ക് ഒന്നും കൂടെ മൂവ് ആക്കുന്നു. ഏകദേശം ഒരു 30 കിലോമീറ്റർ സ്പീഡായി. ഇതേ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പം നിങ്ങൾ നോക്കുക, മൂന്നാമത്തെ ഗിയറിൽ ഇതേ 30 കിലോമീറ്റർ വേഗതയിൽ ഇപ്പോൾ എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഏകദേശം ഒരു 40 കിലോമീറ്റർ സ്പീഡ് അടുത്ത് വന്നു. ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ ഒരു കയറ്റം കയറി വരികയാണ്. 40 കിലോമീറ്റർ സ്പീഡിൽ കയറ്റം ഇങ്ങനെ കയറി വരുന്നു. കയറ്റം കയറാനായിട്ടുള്ള മടി കാണിച്ചു. സ്പീഡ് കുറഞ്ഞ് 30ലേക്ക് വന്നു. തേർഡ് കൊടുത്തു. വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇപ്പൊ സ്പീഡ് കുറഞ്ഞ് 20ലേക്ക് വന്നു. സെക്കൻഡ് കൊടുത്തു. ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു. ഇതേ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി കയറുകയാണ്. ചെറിയ കയറ്റമാണ്. ഇപ്പൊ സെക്കൻഡിൽ ഈ കയറ്റം കയറിക്കോളും. ഇനി നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് കയറ്റം കയറുന്നില്ല. വണ്ടിയുടെ സ്പീഡ് കുറയുവാണ്. 20ൽ നിന്ന് താഴുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തോണം. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തോണം. ആക്സിലറേഷൻ കൊടുത്തോണം. അപ്പം നമ്മുടെ വാഹനം കയറ്റം കയറിപ്പോകും. അപ്പം സ്വാഭാവികമായിട്ട് സ്പീഡ് കുറഞ്ഞു വന്ന സമയത്ത് വണ്ടി കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് കയറ്റത്ത് വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു? നമ്മൾ ആ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു? ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തു. നമ്മളൊരു വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് 10 കിലോമീറ്റർ വേഗതയിൽ അല്ലെങ്കിൽ ഒരു 0 to 10 കിലോമീറ്റർ വേഗതയിൽ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്ത് സ്പീഡ് വരുമ്പോൾ സെക്കൻഡ് കൊടുത്തോണം. 30 കിലോമീറ്റർ അടുത്ത് സ്പീഡ് ആക്കിയിട്ട് വേണം ഒരു സ്ട്രെയിറ്റ് റോഡ് തേർഡ് കൊടുക്കാൻ. ഒരു 40 കിലോമീറ്റർ അടുത്ത് അല്ലെങ്കിൽ ഒരു 35 കിലോമീറ്റർ അടുത്ത് സ്പീഡ് ആക്കിയിട്ട് വേണം ഫോർത്ത് കൊടുക്കാൻ. ഇതിന് താഴോട്ട് സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കണം, തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കണം, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കണം. നമ്മൾ കിലോമീറ്റർ സ്പീഡ് നോക്കിക്കൊണ്ടല്ല ഗിയർ മാറ്റുന്നത്. ഏകദേശം നിങ്ങൾ ഇടേണ്ട സ്പീഡാണ് ഞാൻ വാഹനം ഓടിക്കുന്ന സമയത്ത് കാണിച്ചു തന്നത്. റോഡിന്റെ സാഹചര്യം അനുസരിച്ച് ഇത്തരത്തിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഗിയറുകൾ മുന്നോട്ടിടുകയും വേഗത കുറയുന്നതിനനുസരിച്ച് ഗിയറുകൾ ഡൗൺ ചെയ്യാനും പഠിക്കണം. അതിനർത്ഥം നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് കിലോമീറ്ററിൽ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കാനായിട്ടല്ല പറയുന്നത്. അതൊരു ഐഡിയ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ബാക്കി ഐഡിയ എങ്ങനെയായിരിക്കണം? നിങ്ങൾ വാഹനം റോഡിൽ ഓടിക്കുന്നതിനനുസരിച്ച് അത് സ്വന്തമായിട്ട് മനസ്സിലാക്കി ആക്സിലറേഷൻ കൊടുത്ത് വേഗത സ്വന്തമായിട്ട് കൊടുത്ത് നിങ്ങൾ വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക.